അടുത്ത കാലത്ത് ഞാൻ ഒരാളോട് പറഞ്ഞു, ഈ വീടിനോട് സംസാരിക്കണം, അല്ലെങ്കിൽ വീടിൻ്റെ ചുമരുകളോട് സംസാരിക്കണം, വീടിൻ്റെ മുറികൾ തമ്മിൽ സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ആളെന്നോട് പറയുന്നത് വട്ടാണെന്ന് വിചാരിക്കും അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടോ. നമ്മുടെ പ്രാചീന വാസ്തു ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ് ഇത്. ഈ പറഞ്ഞ പോലെ ഫങ്ഷണൽ അഡ്ജസൻസി എന്ന് വേണമെങ്കിൽ നമുക്കൊരു ആർക്കിടെക്ചറൽ ടേം വേണമെങ്കിൽ പറയാം. ചില മുറികൾ തമ്മിൽ സംസാരിക്കും. ഉദാഹരണത്തിന് കിച്ചണും ഡൈനിങ് റൂം തമ്മിൽ സംസാരിക്കും. ആർക്കെങ്കിലും എതിരുണ്ടോ അതിനകത്ത്? പിന്നെ കിച്ചണിൻ്റെ അടുത്ത് ഡൈനിങ് റൂം വയ്ക്കുമ്പോൾ കിച്ചണും ഡൈനിങ് റൂമും തമ്മിലൊരു ഫങ്ഷണലായിട്ടുള്ള ഒരു അഡ്ജസൻസി ഉണ്ട്. ആ അഡ്ജസൻസിയാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വാസ്തുവിൽ മുറികൾ തമ്മിൽ സംസാരിക്കണം, ഇത് തമ്മിൽ എനർജി, അതായത് നമ്മളുടെ പർപ്പസ് കൃത്യമായി സെർവ് ചെയ്യണമെന്നർത്ഥം. വീടിൻ്റെ നമുക്കിപ്പോൾ ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത്, എന്താണ് വാസ്തു എന്ന് പറഞ്ഞാൽ? വാസ്തു എന്ന് പറഞ്ഞൊരു സ്പേസിലേക്ക് ഒരു സ്പിരിറ്റിനെ കൊണ്ടുവരികയാണ്. വാസ്തു പറയുന്നു എല്ലാ സ്പേസിനും ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ആത്മാവ് പോലെ തന്നെ വീടിനെ ഒരു മനുഷ്യ ശരീരമായി കണക്കാക്കാം. ഇത്തരം തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് വാസ്തു മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ആശയങ്ങളും. വാസ്തു എന്ന് പറയുന്നത് ഒരു കാലത്ത് ഉണ്ടായിട്ടുള്ള നമ്മുടെ ആർക്കിടെക്ചറൽ സയൻസ് തന്നെയാണെന്ന് പലപ്പോഴും പറയും. ഈ ആർക്കിടെക്ചറൽ സയൻസിൽ എന്താണ് ഇപ്പോഴത്തെ മോഡേൺ ആർക്കിടെക്ചറുമായിട്ടുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് സ്പിരിച്വാലിറ്റിയും ഫിലോസഫിയും അതിനകത്ത് കൂടുതൽ ഇൻവോൾവാണ്. ആ സ്പിരിച്വാലിറ്റി എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടാണ് പലതും ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അൺനോൺ ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്കുള്ള മനുഷ്യൻ്റെ അഡ്രസ്സിങ് ആണ്. ആ ഒരു അഡ്രസ്സിങ് ഭാരതത്തിലെ എല്ലാ ശാസ്ത്രങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിനപ്പുറം നമുക്കൊരു കോസ്മിക് ഓർഡർ ഉണ്ടെന്നും ആ കോസ്മിക് ഓർഡറിലും നമ്മൾ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണെന്നും ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു വസ്തു എന്ന് പറയുന്നത്. ആ പ്രപഞ്ചത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ആ കോസ്മിക് ഓർഡറിലേക്ക് നമ്മൾ ഒരു വസ്തുവിനെ മാറ്റിയെടുക്കുക. അതാണ് യഥാർത്ഥ വാസ്തു എന്ന് പറയുന്നത്. വീടിനെ അതാണ് നമ്മളിപ്പം ഈ ഇടയ്ക്ക് വാസ്തുപുരുഷനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ചിലർ ചോദിക്കും, വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് പ്ലോട്ടിൽ മാത്രമുള്ളതല്ലേ, അത് വീട്ടിലെങ്ങനെ വരും? വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് പ്ലോട്ടിൽ മാത്രമല്ല വീട്ടിലുമുണ്ട്. രണ്ട് വാസ്തുപുരുഷൻ്റെ സങ്കല്പമാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ വെളിയിൽ കിടക്കുന്ന വാസ്തുപുരുഷൻ വീട്ടിനകത്തോട്ട് കയറി കിടക്കുന്നു അങ്ങനെയൊക്കെ ഒരു ബാലിശമായിട്ട് ചിന്തിക്കാതെ, വാസ്തുപുരുഷൻ എന്ന് പറയുന്ന ഒരു എനർജി ഫീൽഡാണ്. ഈ എനർജി ഫീൽഡ് കൃത്യമായി ഒരു പ്ലോട്ടിനൊരു വാസ്തുപുരുഷ സങ്കല്പമുണ്ട്, അതുപോലെ തന്നെയാണ് വീട്ടിനും ഒരു വാസ്തുപുരുഷ സങ്കല്പമുണ്ട്, ഈവൻ ഒരു മുറിക്കും ഒരു വാസ്തുപുരുഷ സങ്കല്പമുണ്ട്. എനി സ്പേസ് വിൽ ഹാവ് എ വാസ്തുപുരുഷ സങ്കല്പം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സത്യം മനസ്സിലാക്കാതെ, ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ എസൻസ് എന്ന് മനസ്സിലാക്കാതെ പറയുന്നവർ പറയും വാസ്തു എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പഴയ കുറേ ചിന്തകൾ അടിച്ചേൽപ്പിക്കും. അല്ല, ഇതൊരു എനർജി ഫീൽഡാണെന്നും നമ്മളിരിക്കുന്ന വീടൊരു എനർജി ഫീൽഡാണെന്നും ഈ എനർജി ഫീൽഡിൽ ഡെഫിനറ്റായിട്ടുള്ള ഇടപെടലുകൾ, പ്രപഞ്ചത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നതാണ് വാസ്തു ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ വാസ്തു നോക്കിയൊക്കെ ചെല്ലുമ്പോൾ, ഞാൻ വീട്ടിനോട് ഒന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ ഞാൻ ചിലപ്പോൾ പറയും. അത് കുറച്ച് വിചിത്രമായിട്ട് പലർക്കും തോന്നാം. പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഞാൻ ആ വീടിൻ്റെ ഡിസൈൻ ഫാക്ടേഴ്സിനെ ഒന്ന് എൻ്റെ പ്രിൻസിപ്പിൾസുമായിട്ടൊന്ന് അലൈൻ ചെയ്ത് നോക്കുകയാണ്. അല്ലെങ്കിൽ ആ വീട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വീട് ചെയ്ത സ്ഥപതിയുടെ ഒരു ചിന്തയിൽ നിന്നാണ് ആ വീടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥപതിയുമായിട്ട് നമ്മൾ ഒരു മെൻ്റലി ഒരു കണക്ഷൻ ഉണ്ടായാൽ മാത്രമേ എനിക്ക് അതിനകത്ത് എന്തെങ്കിലും കാര്യമായി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ നമ്മളൊരിടത്ത് പോയിട്ട് ഇതെല്ലാം തെറ്റല്ലേ എന്ന് പറഞ്ഞ് ഇതിനെയൊക്കെ തിരുത്തിക്കോ, ഇതിനെല്ലാം പൊളിച്ച് മാറ്റിക്കോ, അതൊരു വാസ്തു രീതിയല്ല. നമ്മളവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറേ എനർജി ലെവലുകൾ മനസ്സിലാക്കണം. അത് ഈ ഇദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളൊന്ന് നോക്കിക്കാണണം. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ തടസ്സമായി എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ, അത് വാസ്തു കാരണമാണോ എന്നുള്ളൊരു അസസ്മെൻറ്റ് നടത്തിയതിന് ശേഷം മാത്രമേ നമുക്കൊരു വാസ്തു കൺസൾട്ടിങ് പ്രോപ്പറായിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ല ഒരു സ്ഥലത്ത് പോയിട്ട് എല്ലാം നോക്കിയിട്ട് കുറേ തെറ്റുകളുണ്ട്, ഇതെല്ലാം മാറ്റിയാൽ നിങ്ങളുടെ പ്രശ്നം മാറും എന്ന് പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, ഈ പ്രശ്നങ്ങൾ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതും മണ്ടത്തരമാണ്. എന്നാൽ ഇന്ന് മാറ്റിക്കഴിഞ്ഞാൽ നാളെ തന്നെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നത് വളരെ മണ്ടത്തരമാണ്. അപ്പോൾ ഇതിനകത്തൊരു മാറ്റത്തിന് സാധ്യതയുണ്ടോ, ഈ മാറ്റത്തിനെ ഇദ്ദേഹത്തിൻ്റെ ജീവിതവുമായി എങ്ങനെ നമുക്ക് നോക്കിക്കാണാം എന്നുള്ളതിനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരു നിർദ്ദേശം വയ്ക്കുന്നത്. ആ നിർദ്ദേശം അനുസരിച്ച് ചെയ്യുന്ന പലർക്കും ഈ മാറ്റങ്ങൾ വരുമ്പോഴാണ് അവർ വീണ്ടും ഇതിൽ വിശ്വാസം കൂടുതൽ അർപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ഞാൻ ഒരു തവണ നോക്കിയ സ്ഥലങ്ങളിൽ വീണ്ടും കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും പോയി നോക്കുന്ന കേസുണ്ട്. അപ്പോൾ എന്നിട്ട് വീണ്ടും എനിക്ക് അവിടെ തൃപ്തിയല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട്. അത് കാര്യം ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിന് പുറത്തുള്ള രീതിയിൽ പോകും. അത് ചില യോഗങ്ങളാണ്. അത്തരത്തിൽ
നമുക്ക് പക്ഷേ നമ്മൾ വളരെ സന്തോഷകരമായിട്ട് ഇതിനെ നോക്കിക്കാണുകയും ഈ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് അവിടെ ഒരു മാറ്റം സംഭവിക്കുന്ന ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് നമ്മളൊരു മാറ്റം റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ മാറ്റത്തിന് വാസ്തു റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് 100% അനുഭവത്തിലൂടെ വ്യക്തമാണ്. അത്തരത്തിലിപ്പോൾ മുറികളോട് സംസാരിക്കാൻ പറഞ്ഞാൽ ഇനി നിങ്ങൾ മനസ്സിലാക്കാനുള്ള മുറികളോട് സംസാരിക്കുക എന്ന് പറയുന്നത് മുറിയുടെ എനർജി ഫീൽഡ് നിങ്ങളുടെ എനർജി ഫീൽഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് അതിനകത്തുള്ള സത്യം. ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.